അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ സർനൂജി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ തഅലീമുൽ മുതഅല്ലിം എന്ന കിതാബിലെ ഫസ്ലുൻ ഫി തവക്കുൽ, തവക്കുലിനെ കുറിച്ച്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഫസ്ലാണ്. ഖാല റജുലുൻ ലി മൻസൂറിൽ ഹജ്ജാജ്, മൻസൂറുൽ ഹജ്ജാജ് എന്നവരോട് ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, ഔസിനി, എനിക്കൊരു വസിയത്ത് നൽകിയാലും, ഒരു ഉപദേശം നൽകിയാലും. മഹാൻ പറഞ്ഞു, ഫഖാല ഹിയ നഫ്സുക്, നിൻ്റെ മനസ്സുണ്ടല്ലോ, ആ മനസ്സ് ഇല്ലം തശ്ഗുൽഹ ശഗലത്ക, മനസ്സിന് നീ ജോലി നൽകിയിട്ടില്ലെങ്കിൽ, ശഗലത്ക, അത് നിനക്ക് ജോലി നൽകിക്കൊണ്ടിരിക്കും. മനസ്സിന് പണി കൊടുത്തിട്ടില്ലെങ്കിൽ മനസ്സ് നിനക്ക് പണി തരും. ഫയംബഗി, അതുകൊണ്ട് അത്യാവശ്യമാണ്, ലികുല്ലി അഹദിൻ, എല്ലാ മനുഷ്യർക്കും, അൻ യുശ്ഗല നഫ്സഹു, അവരുടെ മനസ്സിന് ജോലി നൽകൽ, മനസ്സിനെ വ്യാപൃതമാക്കൽ, ബിൽ അഅ്മാലിൽ ഖൈർ, നന്മകൾ കൊണ്ട്, നല്ല പ്രവൃത്തികൾ കൊണ്ട്, ഹത്താ ലാ തസ്തഗില നഫ്സഹു, അവനെ ആ മനസ്സ് ജോലിയാക്കാതിരിക്കാൻ വേണ്ടി ബിഹവാമിഹ, അതിൻ്റെ വികാരങ്ങൾ കൊണ്ടും ടെൻഷനുകൾ കൊണ്ടും, പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ ചിന്തിച്ച് അവന് ഒരു ടെൻഷൻ ഉള്ള അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് മനസ്സിന് നന്മകളെ കൊണ്ട് ജോലിയാക്കുക. മനസ്സ് വ്യാപൃതമായി മുഴുവൻ സമയവും മനസ്സ് ബിസിയാകുമ്പോൾ തീർച്ചയായും മറ്റുള്ള ചിന്തകൾ, ടെൻഷനുകൾ മനസ്സിനുണ്ടാവുകയില്ല. വലാ യഹ്തമുൽ ആഖിലു, ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ഒരിക്കലും ടെൻഷൻ അടിക്കുകയില്ല, ലി അംരി ദുന്യാ, ദുന്യാവിൻ്റെ കാര്യം ചിന്തിച്ചുകൊണ്ട്, നാളെ എന്താകും, എനിക്കത് കിട്ടുമോ, ഞാൻ എന്നാണ് ഒരു വലിയ നിലയിലെത്തുക, ഇങ്ങനെയൊക്കെയുള്ള ദുന്യാവിൻ്റെ കാര്യങ്ങൾ ചിന്തിച്ച് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ഒരിക്കലും ടെൻഷനാവുകയില്ല. കാരണം ലി അന്നൽ ഹമ്മ, തീർച്ചയായും ഈ ടെൻഷൻ എന്ന് പറയുന്നത്, വൽ ഹുസ്ന, സങ്കടം എന്നൊക്കെ പറയുന്നത്, ലാ യറുദ്ദുൽ മുസീബ, ഒരു മുസീബത്തിനെ, ഒരു പ്രയാസത്തെ ഒരിക്കലും ഇല്ലാതാക്കുകയില്ല. നമ്മൾ ടെൻഷൻ അടിച്ചതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയാസം നമുക്ക് നീങ്ങിപ്പോകോ? നമുക്ക് നാളെ ഭക്ഷണം കിട്ടൂല എന്ന് വിചാരിച്ച് നമ്മൾ ടെൻഷൻ അടിക്കണം. ആ ടെൻഷൻ അടിച്ചതുകൊണ്ട് നമുക്ക് ഭക്ഷണം കിട്ടുമോ? എന്തെങ്കിലും ഒരു കൂടുതൽ ആ ഭക്ഷണത്തിലുണ്ടാവുമോ? എന്ന് മാത്രമല്ല, വലാ യൻഫഉ, ഒരു ഉപകാരവും അതുകൊണ്ടില്ല. ബൽ, ഉപകാരമില്ല എന്നല്ല, യദുറു ബിൽ ഖൽബി, അവൻ്റെ ഹൃദയത്തിനെ അത് ഉപദ്രവിക്കും. ടെൻഷൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാൽ മനസ്സിന് വല്ലാത്ത ഒരു ക്ഷീണം അനുഭവപ്പെടും. വൽ ആഖലി, അവൻ്റെ ബുദ്ധിക്കും ചിന്താശേഷി നഷ്ടപ്പെടും. ടെൻഷനുള്ളവനക്ക് കൂടുതൽ നല്ല നിലക്ക് ചിന്തിക്കാൻ കഴിയൂല. വൽ ബദൻ, ശരീരത്തിനും അത് പ്രയാസമാണ്. വയഖില്ലു ബിൽ അഅ്മാലിൽ ഖൈർ, നന്മകൾ ചെയ്യാൻ അവന് കുറവായിരിക്കും, നന്മ കൂടുതൽ ചെയ്യാനും അവന് കഴിയുകയില്ല. വയഹ്തമ്മു, ഈ ബുദ്ധിയുള്ളവൻ എപ്പോഴും ചിന്തിക്കുന്നത്, ബുദ്ധിയുള്ളവൻ്റെ മനസ്സ് വ്യാപൃതപ്പെടുന്നത് അൽ ആഖിറ, ആഖിറത്തിനെ കുറിച്ചാണ്. ആഖിറത്തിനെ കുറിച്ച് ചിന്തിച്ച്, ആഖിറത്തിൽ എനിക്ക് സ്വർഗ്ഗമാണോ നരകാണോ, ആഖിറത്തിൽ എൻ്റെ അമലുകൾക്ക് പ്രതിഫലമുണ്ടോ, എൻ്റെ അമലുകളൊക്കെ സ്വീകാര്യമാണോ എന്നതിലൊക്കെ ചിന്തിച്ചുകൊണ്ട് അവൻ്റെ മനസ്സ് വ്യാപൃതപ്പെടും. അന്നഹു, കാരണം അത് യൻഫഉ, ആ ചിന്ത ഉപകാരമാണ്. അങ്ങനെ ആഖിറത്തിനെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടുകയും ആ ചിന്തയിലായി അവൻ്റെ മനസ്സ് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യുന്നത് അത് അവന് ഉപകാരമുള്ളതാണ്. അമ്മ ഖൗലുഹു അലൈഹിസ്സലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, ഇന്ന മിനദ്ദുനൂബി ദുനൂബൻ, ദോഷങ്ങളുടെ കൂട്ടത്തിൽ ചില ദോഷമുണ്ട്, ലാ യുക്കഫിറുഹ, അതിനെ ഇല്ലാതെയാക്കാൻ, മായ്ച്ചു കളയാൻ കഴിയുകയില്ല, ഇല്ല ഹമ്മുൽ മഈഷ, ജീവിത പ്രാരാബ്ധങ്ങൾക്ക്, പ്രയാസങ്ങൾക്കല്ലാതെ എന്നുള്ള ആ ഹദീസ്, ആ വചനം, ഫൽ മുറാദു മിൻഹു, അതുകൊണ്ടുള്ള ഉദ്ദേശം, ഖദ്റു ഹമ്മുൽ, ചില വിഷമങ്ങളാണ്, ചില പ്രയാസങ്ങളാണ്. എങ്ങനെയുള്ളത്? ലാ യുഖില്ലു ബി അഅ്മാലിൽ ഖൈർ, നന്മകൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന്
ആ ഹമ്മ് കൊണ്ട്, ആ അവൻ്റെ മനസ്സിൻ്റെ പ്രയാസം കൊണ്ട് ഒരു കോട്ടവും വരില്ല. ജീവിതത്തിൽ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുമ്പോഴേ ചില ദോഷങ്ങൾ അല്ലാഹു പൊറുക്കുള്ളൂ. അങ്ങനെ പ്രയാസമുള്ളവർക്ക് മാത്രമാണ് ആ ദോഷങ്ങൾ പൊറുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എങ്ങനെയുള്ള പ്രയാസങ്ങളാണ്? അത് മനസ്സിന് പ്രയാസമായി തന്നെ അനുഭവിക്കും. പക്ഷെ ആ പ്രയാസം കൊണ്ട് അവന് നന്മകൾ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതൊരു പ്രയാസം ചെറിയ രീതിയിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു വിഷമങ്ങളുണ്ടല്ലോ. നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ, ഏത് രീതിയിലും ബലാഹുകളുണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ മനസ്സിന് തോന്നുന്ന ചെറിയൊരു ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് കൊണ്ട് പ്രശ്നമില്ല. കാരണം അത് മനുഷ്യൻ്റെ പ്രകൃതിയാണ്. അതല്ലാതെ ഒരു വിഷമത്തിലായി നാളെ ഇപ്പോൾ എന്തായിരിക്കും അവസ്ഥ, നാളെ എങ്ങനെ എനിക്ക് ഭക്ഷണം കിട്ടുക, എനിക്ക് ഈ ജോലി കൊണ്ട് എന്താവാനാ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അത് മാത്രമായി ചിന്ത ഫോക്കസ് ചെയ്യുന്നത് അതൊരിക്കലും നമുക്ക് ഉപകാരമില്ല. അതെപ്പോഴും നമുക്ക് ഉപദ്രവം മാത്രമാണുള്ളത്. ജീവിതത്തിൽ ഒരു ടെൻഷനും നമ്മെ നന്മയിലേക്ക് എത്തിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മെ എല്ലാ നിലക്കും ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മഹാനായ ഷെയ്ഖ് സർനൂജി റളിയല്ലാഹു അൻഹുവിൻ്റെ മദദ്, ഹിഫ്ള്, ഹിമായത്ത്, നസ്ർ, നദർ അള്ളാഹു നമുക്കും നമ്മുടെ വീട്ടിലും വീട്ടുകാർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.